ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട പതിനായിരങ്ങൾ ചെയ്ത ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച 12,000 ബിസ്മിയുടെ അമലിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. 12,000 തവണ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലിക്കൊണ്ടുള്ള വളരെ പവിത്രമേറിയ, വളരെ പെട്ടെന്ന് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു അമലുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളത് പറഞ്ഞപ്പോൾ ലക്ഷങ്ങളാണ് ആ വീഡിയോ കണ്ടത്. 10,000 അത് ചെയ്തു, ആയിരങ്ങൾക്കതിൻ്റെ റിസൾട്ട് ലഭിച്ചു. പലരും അതറിയിച്ചതും മറ്റുമൊക്കെ നിങ്ങളെയും നമ്മ അറിയിച്ചിട്ടുണ്ടായിരുന്നു. 12,000 ബിസ്മിയുടെ അമല് ഒരു തവണയെങ്കിലും നമ്മുടെ വീഡിയോസുകൾ കാണുന്നവർ കേൾക്കാത്തവരായിട്ടുണ്ടാകൂല. ചെയ്തവരാണ് ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ പലരും. അതിൻ്റെ റിസൾട്ട് അനുഭവിച്ചവരാണ്. ജോലി ലഭിച്ചവർ, കടങ്ങൾ വീടിയത്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് ലഭിച്ചത്, വിഷമങ്ങൾ തീർന്നത്, ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നെ പറയാനുണ്ട്. 12,000 ബിസ്മിയുടെ അമല് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 12,000 ബിസ്മിയുടെ അമൽ ഒരു വർഷത്തിലെ ഏറ്റവും സവിശേഷമേറിയ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ അത് ചെയ്യുന്നത് ആ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടും ബിഇദ്നില്ലാഹി തആല. കാരണം അങ്ങനെയുള്ളൊരു ദിവസമാണ് കടന്നു വരുന്നത്. ഇതുവരെ ആരെങ്കിലും അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും അത് ചെയ്തു തുടങ്ങുക. അത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. ചെയ്തവർക്ക് തന്നെ വീണ്ടും ചെയ്യാവുന്നതാണ്. കാരണം ഈ ദിവസത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടായത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇൻഷാ അല്ലാഹ് പ്രാധാന്യം എന്താണെന്നും എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നും കൃത്യമായി വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി 12,000 ബിസ്മിയുടെ അമല് ചെയ്യാൻ മുമ്പുള്ള വീഡിയോസുകളൊന്നും കാണണ്ട. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കൂ അത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. 12,000 ബിസ്മിയുടെ അമൽ അത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മഹാനരായ സഈദ് ബിനും റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട്, മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തേക്കാൾ മറ്റൊരു ദിവസവുമില്ല നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ആളുകളെ മോചിപ്പിക്കുന്നത് അറഫ ദിനം പോലെ മറ്റൊരു ദിനമില്ല എന്നുള്ളതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ്. അന്ന് അള്ളാഹു അടുത്തേക്ക് വരും. പിന്നെ അവരെക്കുറിച്ച് മലക്കുകളോട് അഭിമാനത്തോടുകൂടെ സംസാരിക്കും. ഇതൊക്കെ ഹദീസിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വരുന്ന അറഫ ദിനം എന്ന് പറയുന്നത് അത് വളരെ പവിത്രമേറിയ ഒരു സമയമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ ദിനത്തിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ഹദീസ് നമുക്കൊക്കെ അറിയാം. അന്നൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ. ദുആകളിൽ വെച്ച് ഏറ്റവും സവിശേഷമായത്, ഏറ്റവും ഉത്തമമായത് അറഫയുടെ ദിവസത്തിൻ്റെ അന്നത്തെ ദുആ ആണ് എന്നാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. അറഫയുടെ ദിവസത്തിലെ ആ ദുആഇന് വലിയ പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട് എന്നാണ് പറയുന്നത്. കാന അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ അറഫ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആഇൽ വെച്ച് ഏറ്റവും അധികരിച്ചുമെന്ന് കൂടുതൽ ദുആ ചെയ്തത് അറഫയുടെ ദിവസത്തിൻ്റെ അന്നത്തെ ദുആ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അറഫയുടെ ദിവസം നമ്മൾ ചെയ്യുന്ന ദുആ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും. രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നമുക്കൊക്കെ അറിയാം, വിശുദ്ധ റമളാനിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ്. അത് റമളാനിൻ്റെ അവസാനത്തെ 10-ലാണെന്നാണ് ഭൂരിഭാഗം ഇമാമുകളും പറഞ്ഞത്. 27-ാം രാവിനാണെന്ന് പറഞ്ഞവരുണ്ട്, 1 മുതൽ തുടങ്ങുമെന്ന് പറഞ്ഞ ഇമാമുകളുണ്ട്. അതൊക്കെ രാത്രിയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ
പകല് റമളാനിൻ്റെ പകലിനേക്കാളും ശ്രേഷ്ഠതയേറിയ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന പവിത്രമേറിയ സമയമാണ് അറഫയുടെ പകൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ റമളാന് നമ്മളെങ്ങനെ സജീവമായിരുന്നു അതുപോലെ സജീവമാകേണ്ട സമയമാണ്. അറഫ ദിവസത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിരുന്ന ദുആ ഏതാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദുആ ആണ്. അപ്പോൾ നമുക്ക് 12,000 ബിസ്മിയുടെ അമൽ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. ഈ ദുആ അത് കഴിഞ്ഞിട്ടോ അതിൻ്റെ മുമ്പൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, ചൊല്ലാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ് അല്ലാഹു ഇല്ലാതൊരു ഇലാഹുമില്ല, വഹ്ദഹു ലാ ശരീക ലഹ് അവൻ മാത്രമാണ് ഏകനായ ഇലാഹ്, അവനൊരു പങ്കുകാരനുമില്ല. ലഹുൽ മുൽക്ക് എല്ലാ അധികാരവും അവനാണ്, വലഹുൽ ഹംദ് എല്ലാ സ്തുതികളും നന്ദിയുമൊക്കെ അവനാണ്, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവനെല്ലാ കാര്യത്തിൻ്റെ മേലും കഴിവുള്ളവനാണ്. ഇതാണ് ആ ദുആഇൻ്റെ അർത്ഥം. നമുക്ക് ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. അപ്പോൾ നോക്കൂ, നമ്മൾ പറഞ്ഞു വരുന്നത് 12,000 ബിസ്മി ചൊല്ലാൻ ഏറ്റവും അനുയോജ്യമായ ദിവസം അറഫയുടെ ദിവസമാണെന്നുള്ളതാണ്. അറഫയുടെ ദിവസം നമുക്ക് ചെയ്യാവുന്നതാണത്. നല്ല നെയ്യത്ത് മനസ്സിൽ വെക്കാം. എൻ്റെ ജോലി ശരിയാവാൻ, എൻ്റെ മക്കളുടെ ജോലി ശരിയാവാൻ, എൻ്റെ വീട് പണി പൂർത്തീകരിച്ച് കിട്ടാൻ, എൻ്റെ മകളുടെ വിവാഹം ശരിയായി കിട്ടാൻ, എൻ്റെ കുടുംബജീവിതത്തിൽ ഖൈർ ലഭിക്കാൻ, ഞാനുമായി ബന്ധപ്പെട്ട എൻ്റെ രോഗങ്ങൾ മാറാൻ, ഇങ്ങനെ തുടങ്ങി എന്തു നീയത്തും വെക്കാം. അങ്ങനെ നീയത്ത് വെച്ചിട്ട് 12,000 ബിസ്മിയുടെ അമൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക. എങ്ങനെയാണത് ചെയ്യേണ്ടത്? 12,000 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലലാണത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഓരോ 1000 കഴിഞ്ഞാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലണം. അടുത്ത 1000 തുടങ്ങി ആ 1000 കഴിഞ്ഞാൽ വീണ്ടും സ്വലാത്ത് ചൊല്ലണം. അപ്പോൾ ഒരു 1000 തവണ ബിസ്മി ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്, എന്നിട്ടൊരു സ്വലാത്ത് ചൊല്ലുന്നു. എന്താവശ്യത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത് ആ ആവശ്യം അള്ളാഹിനോട് പറയുന്നു. 2000 വീണ്ടും തുടങ്ങുന്നു. അത് കഴിഞ്ഞ ഉടനെ സ്വലാത്ത് ചൊല്ലുന്നു, അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം പറഞ്ഞു. അങ്ങനെ ചെയ്ത് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം നമ്മൾ. ഇതാണ് ഞാൻ പറഞ്ഞ കുറേ ആളുകൾ ഈ അമൽ ചെയ്തു, അങ്ങനെ റിസൾട്ട് ലഭിച്ചു. ഇങ്ങനെ ഇലൻഖിലാഇൽ അദദിൽ മസ്കൂർ, ഈ പറയപ്പെട്ട എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ ചെയ്താൽ ഖുളിയത്ത് ഹാജത്തുഹു ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിൻ്റെ ഇതിനുകൊണ്ട് അവൻ്റെ ഏതാഗ്രഹമാണോ അത് പൂർത്തീകരിച്ച് കിട്ടും. മുജറബുൻ, ഇത് മുജറബായ അമലാണെന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ചെയ്തു വെക്കുക, അതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ആ കാര്യം നടന്നു കിട്ടണം എന്നുള്ള നീയത്തോടെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിലെ അറഫ ദിനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ പവിത്രമേറിയ ആ ദിവസത്തിൽ ചെയ്താൽ അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ദുആയിൽ വെച്ച് ഏറ്റവും ഖൈറായത് ഖൈറുദ്ദുആഇ ദുആഉ യൗമി അറഫ, അത് അറഫ ദിവസത്തിലെ ദുആ ആണെന്ന്. ആ അറഫ ദിവസത്തിലെ ദുആ ആണ് നമ്മളെ സൂചിപ്പിച്ചത്. വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ഹജ്ജിൻ്റെ മാസം അത്രമേൽ പവിത്രമേറിയതാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വേണ്ടപ്പെട്ട പലരും ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹജ്ജ് ഒരു പഴയ മനുഷ്യനെ കൊന്ന് മൃദുലനായൊരു പുതിയ മനുഷ്യനെ ജനിപ്പിക്കുന്നു. അതാണ് കയൗമി വലദത്തുഹു ഉമ്മുഹു, അവൻ്റെ മാതാവ് പ്രസവിച്ച ദിനത്തിനെപ്പോലെ നിർമ്മലനായി പരിശുദ്ധനായി അവൻ തിരിച്ചു വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഹജ്ജ് അവിടെ ചെയ്യുന്നവർ, അവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടുന്ന് ദുആ ചെയ്യാം. ഹജ്ജിൽ ചെയ്യുന്നവർക്ക് അവർക്ക് അള്ളാഹു വലിയ ബറക്കത്ത് നൽകുന്നു. അള്ളാഹു അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നു. അള്ളാഹു അവരെ വലിയ സ്ഥാനത്തിലേക്ക് ഉയർത്തുന്നു. അവർ ദുആ ചെയ്യുമ്പോൾ ദുആയിൽ നമ്മൾ ഉൾപ്പെടും. നമ്മളവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഹാജിമാർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അള്ളാഹു നമുക്ക് വലിയ സ്ഥാനങ്ങൾ നൽകാൻ അത് കാരണമാകും. അപരിശുദ്ധമായ അറഫ ദിനത്തിൽ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് 12,000 ബിസ്മിൽ അമൽ ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് ആളുകൾ
ആ അമൽ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ വരുമ്പോഴും പലരും നേരിട്ട് പറഞ്ഞവരും അതിൻ്റെ റിസൾട്ട് 100 കണക്കിന് മെസ്സേജുകൾ അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദ് ഞാൻ അമൽ ചെയ്തു, എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വളരെ ആത്മാർത്ഥമായി ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.